കേരള ക്രൈം ഫയൽ സീസൺ 2 എന്ന വെബ് സീരീസ് പുറത്തിറങ്ങിയപ്പോൾ ഏറെ ശ്രദ്ധേയമായത് നടി നൂറിൻ ഷെരീഫിൻ്റെ കുറിപ്പാണ്. സ്ക്രീനിൽ എന്നെ എങ്ങനെയൊന്ന് കാണണമെന്ന് എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാമോ എന്ന് കുറിച്ചുകൊണ്ട് നൂറിൻ പങ്കുവച്ച പോസ്റ്റ് തൻ്റെ കരിയറിനെ കുറിച്ച് നൂറിൻ കണ്ട സ്വപ്നങ്ങളും ആഗ്രഹിച്ചതുപോലെ കരിയർ കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ നിരാശയും എല്ലാം ഉൾക്കൊണ്ടിരുന്നു. ക്രൈം ഫയൽ സീസൺ 2 സ്റ്റെഫി എന്ന കഥാപാത്രം തനിക്ക് തന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എന്ന് മനോരമ ഓൺലൈനിനു നൽകിയ അഭിമുഖത്തിൽ നൂറിൻ ഷെരീഫ് പറയുന്നു. നൂറിനും ഭർത്താവ് ഫഹിം സഫറും ചേർന്നെഴുതിയ ആദ്യ തിരക്കഥ ബബബ എന്ന പേരിൽ സിനിമയാകുന്നതിൻ്റെ സന്തോഷവും താരം പങ്കുവച്ചു. ദിലീപ് നായകനാകുന്ന ചിത്രം നിർമ്മിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസാണ്. കരിയറിൻ്റെ പോക്കുകൊണ്ട് പകച്ചു നിന്നതും വ്യക്തിജീവിതത്തിലെ മാറ്റങ്ങളും തിരക്കഥാകൃത്ത് എന്ന പുതിയ പദവിയും സുഹൃത്തും സഹതാരവുമായിരുന്ന പ്രിയ വാര്യയുമായുള്ള ബന്ധം എല്ലാം തുറന്നു പറഞ്ഞ് മനോരമ ഓൺലൈനിൽ എത്തുകയാണ് നൂറിൻ ഷെരീഫ്. അഹമ്മദ് കബീറാണ് കേരളം ക്രൈം ഫയൽ സംവിധാനം ചെയ്തത്. ബാഹുൽ രമേശിൻ്റേതാണ് തിരക്കഥ. അഹമ്മദ് കെയെ നേരത്തെ തന്നെ അറിയാം. ഇടയ്ക്കിടെ അദ്ദേഹത്തെ കാണാറുണ്ട്. കാണുമ്പോഴൊക്കെ അദ്ദേഹം ഈ പ്രൊജക്റ്റുമായി ഓടി നടക്കുകയായിരുന്നു. ഇടയ്ക്ക് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഈ സീരീസിലെ സ്റ്റെഫി എന്ന കഥാപാത്രം നൂറിൻ ചെയ്യൂ. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് സന്തോഷമായിരുന്നു. സ്റ്റെഫി ഒരു ഹൗസ് വൈഫാണ്. പ്രധാന കഥാപാത്രമായ നോബിളിൻ്റെ ഭാര്യ. നിന്റെ ഈ രൂപമല്ല സ്റ്റെഫിക്ക്. ചുരുണ്ട മുടി മാറ്റി സ്ട്രൈറ്റ് ഹെയർ ആറ്റാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. കഥാപാത്രത്തിന് വേണ്ടി നമ്മൾ പലതരം ലുക്ക് പരീക്ഷിക്കേണ്ടി വരുമല്ലോ. എനിക്കത് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു, പിന്നെന്താ, മാറ്റാമല്ലോ. അങ്ങനെ ഹെയർ സ്റ്റൈൽ മാറ്റി നോബിളിൻ്റെ സ്റ്റെഫിയായി. ഇപ്പോൾ വീണ്ടും ചുരുണ്ട മുടി ആയിട്ടുണ്ട്. സീരീസ് റിലീസ് ചെയ്തപ്പോൾ എന്നെ കണ്ടവർക്ക് പലർക്കും മനസ്സിലായില്ല. എന്നെ ചുരുണ്ട മുടിയിലല്ല എല്ലാവരും കണ്ടിട്ടുള്ളൂ. ഞാനാണെന്ന് പോലും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഒരു കഥാപാത്രമാകുമ്പോൾ അതിൽ നൂറിനെ അല്ലല്ലോ കാണേണ്ടത്. ആ കഥാപാത്രമായി മറ്റുള്ളവർക്ക് കാണാൻ കഴിയുമ്പോഴാണ് ആ കഥാപാത്രം വിജയിക്കുന്നത്. സ്റ്റെഫി എന്ന കഥാപാത്രം സീരീസിൽ വളരെ കുറച്ചേ ഉള്ളൂ. പ്രധാന കഥാപാത്രത്തിൻ്റെ ഭാര്യയാണ്. സീരീസ് ഇൻവെസ്റ്റിഗേഷൻസ് മൂഡിലാണ് പോകുന്നത്. അർജുൻ രാധാകൃഷ്ണനുമായി മാത്രമാണ് കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. തിരക്കഥാകൃത്ത് ബാഹുൽ രമേശ് കഥാപാത്രത്തെ പറ്റി നല്ല ഒരു വിവരണം തന്നു. സ്റ്റെഫി എന്ന കഥാപാത്രത്തിന് നായകളെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് പക്ഷേ നായ പേടിയാണ്. ഇതുവരെ നായകളുമായി അടുത്ത് ഇടപഴകിയിട്ടില്ല. പക്ഷേ ഈ കഥാപാത്രത്തിന് വേണ്ടി നായയെ പരിചയപ്പെടുക അത്യാവശ്യമായി വന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ നായകളുടെ അടുത്തൊക്കെ പോയി അവരെ ഓമനിച്ച് എൻ്റെ പേടി മാറ്റാൻ ശ്രമിച്ചു. അഡാർ ലവ് എന്ന സിനിമയ്ക്ക് ശേഷം പ്രിയ വാര്യരുമായി എന്താണ് പ്രശ്നമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. പഴയ കാര്യങ്ങൾ വീണ്ടും പറയുന്നതിൽ എന്താണ് അർത്ഥം? മുന്നോട്ട് നോക്കി ജീവിക്കുകയല്ല വേണ്ടത്. ഞാനും പ്രിയയും തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ കരിയറിലും പ്രിയ അവരുടെ കരിയറിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട്. തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ വിവാഹത്തിനും പ്രിയ വന്നിരുന്നു. അല്ലാതെയുള്ള ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളിലും ഒപ്പമുണ്ടാകാറുണ്ട്.